ടോണിച്ചാന്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറച്ചുപേരൊക്കെ അങ്ങ് നെഗറ്റീവ് അടിച്ചെന്നെ അങ്ങ് അപരാധിച്ചായിരുന്നു. സുഹൃത്തുക്കളെ, ആ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. കാരണം ഈ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ആ ന്യൂസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിളമ്പാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. മറ്റൊരാൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഒരു 24 വയസ്സുകാരൻ ഒടുവിൽ അച്ചായൻസ് ഗോൾഡ് ഉടമ പത്തനംതിട്ട കോന്നി സ്വദേശിയായിട്ടുള്ള മനു എന്ന 24 വയസ്സുകാരനാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ആ അനുഭവം കേട്ടപ്പോഴത്തേക്കും എൻ്റെ സുഹൃത്തുക്കളെ ഞെട്ടിത്തരിച്ചുപോയി. ആ അനുഭവം നമ്മുടെ മനു തന്നെ പറയട്ടെ. നിങ്ങൾ കൺകുളിർക്ക് കേട്ടു നോക്ക്, അല്ല ചെവി കുളിർക്ക് കേട്ടു നോക്ക്. ഞാൻ പത്തനംതിട്ട കോന്നിയിലാണ് താമസിക്കുന്നത്. ഞാൻ വനമേഖലയിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആർമിയിൽ പോകാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള സാമ്പത്തികം എനിക്കില്ലായിരുന്നു. കോച്ചിങ്ങിന് മനു, ഇതാണോ നിനക്കപ്പോൾ സംഭവിച്ചത്? നമുക്ക് ഇതല്ല അറിയേണ്ടത്. അച്ചായൻ എന്താണ് പിന്നെ ചെയ്തത്, അതാണ് നമുക്ക് അറിയേണ്ടത്. സമയത്താണ് എൻ്റെ അമ്മയുടെ ചേട്ടത്തെ കൂടെ ഞാൻ കോട്ടയം അച്ചായനെ കാണാൻ വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മയുടെ ചേട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആർമി ചേരണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. അങ്ങനെ അച്ചായനെ കണ്ട് അതിനുശേഷം അച്ചായൻ എൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ കണ്ടു ബോധ്യപ്പെട്ടു. എനിക്ക് ആർമി കോച്ചിങ്ങിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ അച്ചായൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ ചിലവും അച്ചായൻ ചെയ്തു തന്നിട്ടുണ്ട്. നീ അല്ലടാ പറഞ്ഞത് അച്ചായൻ എന്തിനാ ചെയ്തെന്ന്? അത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കുളിർമയോടെ ഇരിക്കുകയല്ലാതാടാ നമ്മൾ. അതേ സുഹൃത്തുക്കളെ, അച്ചായൻ ചെയ്തു കൊടുത്തൊരു നല്ല കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വിളമ്പിയത്. കുറേ നെഗറ്റീവ് വോളികളുണ്ടായിരുന്നു. എനിക്ക് നെഗറ്റീവ് അടിച്ച അവന്മാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടത്. എനിക്ക് ഷൂസ്, ട്രെയിൻ ഡ്രസ്സുകളെല്ലാം എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എല്ലാ ചിലവും അച്ഛൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് കൂടാതെയാണ് അച്ഛൻ എനിക്ക് വീടിൻ്റെ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. നല്ലൊരു വീട് വെക്കാനുള്ള തുക എനിക്ക് തന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടച്ചുറപ്പുള്ളൊരു വീട് വെക്കാൻ വേണ്ടി അച്ഛൻ എൻ്റെ അവസ്ഥ കണ്ടതാണല്ലോ. അവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അവസ്ഥകൾ കണ്ടതാണ്. അപ്പോൾ അത് കാരണം അടച്ചുറപ്പുള്ള ഒരു വീട് വെക്കാൻ അച്ഛൻ എനിക്ക്. ഇതിൽ കൂടുതൽ എന്തോ നോടെ ഒരാൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട്, അതിനൊക്കെ തന്നെ പഠിക്കാനുള്ള തുക, ഹോസ്റ്റൽ ഫീസ്. അത് മാത്രമല്ല, ഈ 2 വർഷം ഈ ആശാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ ചിലവ് ആര് നോക്കും? അതുകൊണ്ട് അതും ആശാൻ കൊടുത്തു. ഇത്ര കിട്ടുള്ളൂ. അടിച്ചുറപ്പുള്ള ഒരു വീട് ഞാൻ പണിയാനുള്ള കാശ് 4 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ഇയാളുടെ 2 വർഷത്തെ ഫീസും പോസ്റ്റ് ഫീസിനുള്ള കോച്ചിങ്. മനുവിന്റെ വലിയൊരു ആഗ്രഹമാണ് ആർമി ചേരുന്നത്. അതുപോലെ അവിടെ കൊണ്ട് ചേർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വീടിനുള്ള കാര്യങ്ങൾ, അതായത് ഇയാൾ പണിക്ക് പോയ വീട് അനാഥമാക്കണം. വേറെ ആർക്ക് അപ്പന് മേല, അമ്മയ്ക്ക് മേല, അനിയത്തി കുഞ്ഞ് 6ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നത്. അപ്പൊ ഇവനെ ഈ ടോണിച്ചാന്റെ കാര്യം മാത്രമല്ല ഞാൻ ഇപ്പൊ പറയാനായിട്ട് പോണത്. ഇതേപോലെ ആരെങ്കിലും സഹായിക്കുന്ന ഒരു സംഭവം ഒരാൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലത്തെ ജനങ്ങൾ ഒന്ന് പ്രചോദനം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ലേ? അതിന് ഈ നെഗറ്റീവ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എൻ്റെ കുഞ്ഞു കൂട്ടുകാരന്മാർ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു. ശരി, എന്നാ പോണു. ഓക്കെ, ബൈ.